നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ കടൽ പരിധികളിൽ വീണ്ടും ചരിത്രം തിരുത്തി എഴുതപ്പെടുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന US എബ്രഹാം ലിങ്കൺ നയിക്കുന്ന US നാവിക സന്നാഹത്തിനു നേരെ ഇറാൻ ആദ്യമായി സ്വന്തം ഡ്രോൺ കാരിയർ ഷാഹിദ് ബാഗേരി വിന്യസിച്ചിരിക്കുന്നു. മധ്യപൂർവ്വദേശത്തേക്ക് കടന്ന US കപ്പൽ പടയെ നേരിടാനാണ് ഇറാന്റെ ഈ മറുപടി. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബാഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് ടിവിയിൽ ഡ്രോൺ കാരിയർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. കപ്പലിലെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനെതിരായ ഏത് ആക്രമണവും നേരിടാൻ സജ്ജമായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആദ്യത്തെ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണ് ഷാഹിദ് ബാഗേരി. 2025 ഫെബ്രുവരി 6-നാണ് ഇത് കമ്മീഷൻ ചെയ്തത്. പ്രാരൻ എന്ന പേരിലുള്ള 42,000 ടൺ കണ്ടെയ്നർ കപ്പലിനെ ഡ്രോൺ കാരിയർ ആക്കി മാറ്റുകയായിരുന്നു. 240 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലിൽ 180 മീറ്റർ റൺവേ ഉണ്ട്. ഡ്രോണുകൾക്ക് പറന്നുയരാൻ വിമാനവാഹിനി കപ്പലുകളിലേതിന് സമാനമായി ജമ്പ് പ്ലാറ്റ്ഫോമും കപ്പലിലുണ്ട്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമാണ് കപ്പലിൽ നിന്നും പ്രവർത്തിക്കുന്നത്. കപ്പലിന് 60 ഡ്രോണുകളും 30 മിസൈൽ വിക്ഷേപണ കപ്പലുകളും വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. മുന്നിലും പിന്നിലുമായി 17 കിലോമീറ്റർ റേഞ്ചിലുള്ള 8 കൗസർ 222 മിസൈലുകൾ, ലോഞ്ചറുകൾ, ഖാദർ നാസിർ പരമ്പരയിൽപ്പെട്ട ആന്റി ഷിപ്പ് മിസൈലുകൾ എന്നിവയും ഡ്രോൺ കാരിയറിലുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ ശക്തി ഡ്രോണുകളും മിസൈലുകളുമാണ്. ഏത് രാജ്യത്തിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന ഡ്രോണുകളുടെ വിപുലമായ ശേഖരം ഇറാനുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ പോലുള്ളവയെ ലക്ഷ്യം വെക്കാൻ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനാൽ അർമാഡ ഉയർത്തിയുള്ള US ഭീഷണിയെ ഒരു പരിധിവരെ നേരിടാൻ ഇറാന്റെ ഡ്രോൺ കാരിയർ വിന്യാസത്തിന് സാധിക്കും. മാത്രവുമല്ല, ഇറാന്റെ മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. കപ്പലുകൾക്കു നേരെ ആക്രമണം നടത്തുന്ന സഖ്യകക്ഷികളായ സായുധ ഗറില്ല സംഘങ്ങൾക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വളരെ കാലമായി പുറത്തു വന്നിട്ടുണ്ട്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ തൊടുക്കുമ്പോൾ അവയിൽ ചിലതെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വില കുറഞ്ഞ ഡ്രോണുകളെ ഉപയോഗിച്ചുള്ള ഇറാന്റെ തന്ത്രം ഫലപ്രദമാണെന്ന് ഡ്രോൺ നിർമ്മാണ കമ്പനിയായ ഡ്രാഗൺ ഫ്ലൈയുടെ CEO കാമറൂൺ ഷെല്ലും വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെറും സൈനിക നീക്കമല്ല. ട്രംപ് ഭരണകൂടം വർഷങ്ങളായി നടപ്പാക്കിയ ഭീഷണിയുടെയും ഉപരോധത്തിന്റെയും അഹങ്കാര രാഷ്ട്രീയത്തിന് കിട്ടാൻ പോകുന്ന തുറന്ന വെല്ലുവിളിയാണ്. അമേരിക്കയെ പേടിക്കണമെന്ന പഴയ കഥ ഇനി ഇറാൻ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ നീക്കം. സ്വാധീനവും സ്വയംഭരണവുമാണ് ഇറാന്റെ ആയുധം. അതാണ് വാഷിംഗ്ടണിനെ ഏറ്റവും ഭയപ്പെടുത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനെതിരായ യുദ്ധഭീഷണികൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി സമാധാനത്തിന്റെയോ ഉത്തരവാദിത്വത്തിന്റെയോ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നതല്ല എന്ന സത്യമാണ്. ഭീഷണിയും അഹങ്കാരവും ശക്തി പ്രകടനവും ചേർന്ന സമീപനമൊക്കെ ആഗോള രാഷ്ട്രീയത്തെ ഒരു റിയാലിറ്റി ഷോയാക്കി മാറ്റുന്ന അപകടകരമായ പ്രവണതയുടെ ഭാഗമായിരുന്നു എന്ന് വേണം പറയാൻ. ആക്രമണം എന്ന വാക്കുകൾ ഒരു ട്വീറ്റിലോ സോഷ്യൽ മീഡിയ പോസ്റ്റിലോ ഒതുങ്ങുന്ന വാചകങ്ങളല്ല. അവ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും ഭാവിയെയും ബാധിക്കുന്ന ഭീകര സാധ്യതകളാണ്. ഇറാനെ സംഭാഷണ മേശയിലേക്ക് കൊണ്ടുവരണമെന്ന ലക്ഷ്യമുണ്ടെന്ന് പറയുമ്പോഴും ട്രംപ് സ്വീകരിക്കുന്ന മാർഗം സംഭാഷണത്തിന്റെ പൂർണ്ണ വിരുദ്ധമാണ്. ഭീഷണിയിലൂടെ സമാധാനം സ്ഥാപിക്കാനാകില്ല എന്ന സത്യം ലോക ചരിത്രം പലവട്ടം തെളിയിച്ചതാണ്. എന്നാൽ അതിൽ നിന്നൊന്നും പഠിക്കാതെ പഴയ സാമ്രാജ്യത്വ മനോഭാവം വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ട്രംപ്. ഇതൊരു നേതാവിന്റെ ദൂരദർശിത്വമല്ല, മറിച്ച് അധികാരത്തിന്റെ മതത്തിൽ മയങ്ങിയ രാഷ്ട്രീയ നാടകക്കാരന്റെ അജ്ഞതയാണെന്ന് പറയേണ്ടി വരും. ഇത്തരമൊരു രാഷ്ട്രീയ നാടകത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സാധാരണ ജനങ്ങളായിരിക്കും. ഇറാനിലെയും അമേരിക്കയിലെയും മാത്രമല്ല, മുഴുവൻ ലോകത്തെയും സാധാരണ ജനങ്ങൾ. യുദ്ധം ഒരിക്കലും ട്വീറ്റുകളിൽ അവസാനിക്കുന്നില്ല. അത് പട്ടിണിയിലും അഭയാർത്ഥി ക്യാമ്പുകളിലും തകർന്ന നഗരങ്ങളിലുമാണ് അവസാനിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളിൽ ഈ യാഥാർത്ഥ്യങ്ങൾ കിടമില്ല എന്നതാണ് വാസ്തവം. അവിടെ കാണുന്നത് ഞാൻ ശക്തനാണെന്ന ശൂന്യമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ലോകത്തിന് ആവശ്യം അഹങ്കാരമുള്ള ഭീഷണികളല്ല, ഉത്തരവാദിത്വമുള്ള നേതൃത്വമാണ്. ആണവായുധങ്ങൾ പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ട്വിറ്റർ നയതന്ത്രത്തിലൂടെ അല്ല, പരസ്പര ബഹുമാനത്തോടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുമാണ്. ഇന്ന് കടലിൽ ഏറ്റുമുട്ടുന്നത് കപ്പലുകൾ മാത്രമല്ല, രാഷ്ട്രീയ ആശയങ്ങളാണ്. ഒരു വശത്ത് യുദ്ധഭീഷണിയിലൂടെ ലോകത്തെ നിയന്ത്രിക്കാമെന്ന ട്രംപിന്റെ ധിക്കാര രാഷ്ട്രീയം, മറുവശത്ത് ഉപരോധങ്ങൾക്കിടയിലും തല കുനിയാതെ നിലകൊള്ളണമെന്നുള്ള ഇറാന്റെ പ്രതിരോധ മനോഭാവം. ഈ പോരാട്ടത്തിൽ ഇറാൻ വിജയിച്ചാൽ അത് സൈനിക വിജയത്തിലുപരി ഒരു രാഷ്ട്രീയ ഭൂകമ്പമായിരിക്കും സൃഷ്ടിക്കുക. ട്രംപിന്റെ അജയൻ എന്ന മുഖംമൂടി പൊളിഞ്ഞു വീഴും. അമേരിക്കൻ ആധിപത്യത്തിന്റെ മിഥ്യാ ലോകം തുറന്നു കാണും. അന്ന് തകർന്നു പോവുക ഒരു ഭരണകൂടമല്ല, ഭീഷണിയിലൂടെ ഭരിക്കാമെന്ന ആശയം തന്നെയായി.